നമസ്കാരം എല്ലാവർക്കും ഈക്വൽസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന CPO WCPO ഒക്കെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ചില ആളുകൾ ജനുവരി മാസത്തിലേക്കൊക്കെ വരൂ, അല്ലെങ്കിൽ ഇത്തവണ ഈ വർഷം നോട്ടിഫിക്കേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്തായാലും നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, പക്ഷെ നമ്മൾ ചിലപ്പോൾ ജനുവരിയിൽ ആദ്യമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നിപ്പോൾ അറിയാൻ കഴിയുന്നത് ഇന്ന് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ കുറേ ആളുകൾ ഏജിന്റെ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മിക്കവാറും പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ പറയുന്ന അസാധാരണ ഗസറ്റിലാണ് അത് വരാൻ പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ അടുത്ത മാസം 29-ാം തീയതി വരെ ആയിരിക്കും മിക്കവാർക്കും ഈ പറയുന്ന അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരാൻ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു നല്ല അപ്ഡേറ്റ് ആണ്. ഇത് മാത്രമല്ല, 225ഓളം തസ്തികകളിലാണ് ഡിസംബർ 30, അതായത് ഇന്നത്തെ ദിവസം ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ പല ആളുകളും നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് പഠിക്കുന്നില്ല, നോട്ടിഫിക്കേഷൻ വരട്ടെ വരുമോ എന്നറിയത്തില്ല, എങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് CPO WCPO എക്സൈസ് പോലുള്ള തസ്തികകളിൽ, അതുപോലെ IRB പോലുള്ള തസ്തികകളിൽ പോലും പഠിക്കാതിരിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനിയും വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ വരുമെന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. ഇനി വരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ ദയവ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ആൾറെഡി അറിയാം. പുതിയ ആളുകൾക്കാണ് ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തത്. പുതിയ ആളുകളോടാണ് പറയുന്നത്. പഴയ ആളുകൾ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നല്ല കോമ്പറ്റീഷനാണ്, എല്ലാ എക്സാമിനും നല്ല കോമ്പറ്റീഷനാണ്. നന്നായി ഏറ്റവും ആദ്യം തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ CPO ആണെങ്കിലും WCPO ആണെങ്കിലും IRB ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ത്രൂ ഔട്ട് ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈക്വൽസിന്റെ WCPO CPOയുടെ മൂന്നാമത്തെ ബാച്ച്, രണ്ടാമത്തെ ബാച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബാച്ചിന്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത, ഫോഴ്സിന്റെ കാര്യത്തിൽ നമ്മുടെ കോഴ്സുകൾ 100% ഗ്യാരണ്ടിയാണ്. നമ്മുടെ ഓരോ വർഷവും നമ്മുടെ 100-ലധികം ആളുകളാണ് CPO WCPO ബാച്ചുകളിൽ നിന്ന് പാസ്സായി പോകുന്നത്. അതുപോലെ തന്നെ IRBയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നിലവിൽ 19 പറഞ്ഞ എണ്ണം തന്നെ വളരെ കുറവാണെന്നറിയാം. കാരണം പോയ ആളുകൾ, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്ന് പാസ്സായി പോയ ആളുകൾ തന്നെ എണ്ണം കുറവാണ്. അതിൽ നിന്ന് 19-ലധികം ആളുകൾ ഈക്വൽസിൻ്റെതായിട്ട് IRB വിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ റിസൾട്ട് കണ്ടിട്ട് മാത്രം ഈക്വൽസിന്റെ ബാച്ചുകളിലേക്ക് വന്നാൽ മതി. ചുമ്മാ നമ്മൾ അത്ര പേരുണ്ടായിരുന്നു, എത്ര പേര് പാസ്സായെന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ടുകളെല്ലാം നമ്മുടെ ചാനലിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജിലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കോഴ്സിൽ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സ്വന്തമായിട്ട് പഠിച്ച് ജോലി കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. പക്ഷേ പഠനം നിങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങണം. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ അറിയാത്ത ആളുകൾക്കാണ് എപ്പോഴും കോഴ്സ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയും കോഴ്സിന്റെ ഒന്നും പിറകിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ല, സ്വന്തമായിട്ട് തന്നെ പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെന്നൊക്കെ അറിയാത്ത ആളുകൾ മാത്രം ആരുടെ കോഴ്സിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. എവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്കും അല്ലെങ്കിൽ കോഴ്സ് നടത്തുന്നവർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, കോഴ്സുമായി ബന്ധപ്പെട്ടതായാലും CPO WCPO അല്ലെങ്കിൽ IRB ഒക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ജോലി വാങ്ങാൻ പറ്റുന്ന തസ്തിക തന്നെയാണ്. പല ആളുകളും IRB ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IRBയുടെയും പോലീസിന്റെ ഒക്കെ സെയിം സിലബസ് ആണ് വരാൻ പോകുന്നത്. IRBയും ഈ പറയുന്ന ഒരുപോലെ പഠിച്ച് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും ഒന്നിൽ ക്രാക്ക് ചെയ്യാം. പിന്നെ IRBയിൽ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഡിലീഷനൊക്കെ ഇഷ്ടം പോലെ വരാൻ സാധ്യതയുണ്ട്. കുറെ ആളുകൾ CPOയിൽ പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഡിലീഷൻ കിട്ടും. അങ്ങനെ കിട്ടിയ ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കുറെ നാളുകൾക്ക് ശേഷം ഒരു സുവർണാവസരം അല്ലെങ്കിൽ നല്ല ഒരു ചാകരയെന്ന് നമ്മൾ പറയുന്ന പോലെയാണ്. അത്രയും നോട്ടിഫിക്കേഷനുകളാണ് ഒരുപോലെ വരാൻ പോകുന്നത്. അത് പ്രത്യേകിച്ചും ഫോഴ്സുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യത്തിൽ. അപ്പോൾ ഇനി അങ്ങോട്ട് വരുംതോറും ഈ ഫോഴ്സിലേക്ക് എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. സോ ഇതൊക്കെ ലാസ്റ്റ് ചാൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം എപ്പോഴും നിങ്ങൾ ഇത്തരത്തിലുള്ള എക്സാമുകളെ സമീപിക്കാൻ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനലിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ്, ഇപ്പൊ നിലവിൽ ഇന്നലെ കൂടിയ യോഗത്തിന്റെ തീരുമാനങ്ങളാണ് പറഞ്ഞത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ മുതലായിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ വരാൻ പോകുന്നത്. എന്തായാലും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്നറിഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഡീറ്റെയിൽസ് ആയിട്ട് മറുപടി പറഞ്ഞുതരാം.